ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഉണ്ടല്ലോ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചേ. ഞങ്ങളുടെ അടുത്ത് ഒരു മഞ്ഞപ്പൂ ഉണ്ടായിട്ടുണ്ട്, നല്ല രസമാണ് കേട്ടോ. ഒരു ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് മഞ്ഞപ്പൂ ഉണ്ടായതാണേ. അതിന് പേരെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങൾ വേലിക്ക് കുത്തി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അത് നന്നായിട്ട് ഇപ്പോൾ ആർത്തു പൂത്തിട്ടുണ്ടേ. ഓണസമയത്തൊന്നും ഒരു പൂവില്ലായിരുന്നു. ഞാനും ചക്കരയും ചാക്കോച്ചും കൂടെ പതിയെ അങ്ങോട്ട് ഇറങ്ങി പോകാമെന്ന് വെച്ചു കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെയാണ്, നമ്മുടെ പറമ്പിൻ്റെ അതിരെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. നിങ്ങളുടെയൊക്കെ അവിടെ എന്നാ പേര് പറഞ്ഞതെന്ന് പറയണേ. ചാക്കോച്ചിക്കൊക്കെ പിന്നെ ഈ റോഡിൽ കൂടെ ഓടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. എപ്പോഴും ബോൾ കളിച്ച് കഴിയുമ്പോൾ ബോൾ ഉരുണ്ട് പോവുക ഈ വഴി കൂടെ. അന്നേരം ഇവന്മാർ രണ്ടുകൂടെ ഓടിപ്പോയി എടുക്കുന്ന കേട്ടോ. അതുകൊണ്ട് ആ ഇതിൽ വെച്ചിട്ട് ഓടുവാണേ. പക്ഷെ നമുക്കാണെങ്കിൽ പേടിയാവും കേട്ടോ പിള്ളേർ ഇങ്ങനെ ഓടുന്ന കാണുമ്പോഴത്തേനെ. അങ്ങനെ ഞങ്ങളിതേ പൂവൊക്കെ വീണ് കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുണ്ടാകും. ധാരാളം പൂവുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിലായതുകൊണ്ട് ഉണങ്ങി ഏകദേശമൊക്കെ ഒന്ന് വാടിപ്പോയി. എന്നാലും നിലത്ത് ധാരാളം പൂക്കൾ വീണ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ചക്കര പറഞ്ഞു അത് രണ്ടെണ്ണം പറിച്ചു തരാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ് അതിനകത്ത് പടക്കം പൊട്ടിക്കും കേട്ടോ. അധികം വിരിയാത്ത പൂ പറിച്ചിട്ട് പടക്കം പൊട്ടിക്കുന്ന നല്ല സൗണ്ട് വരുവേ. അപ്പോൾ അവൻ പറഞ്ഞൊന്ന് പറിച്ചു താമയെന്ന്. ദേവന്മാരത് പറിക്കാനായിട്ട് പോവാട്ടോ. എത്തുമൊന്നുമില്ല, കാരണം ചക്കര ചാടി ചാടി പറിക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ചാക്കോച്ചിയും കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ പതിയെ ഒന്ന് ഇറങ്ങി ചെന്നു പതിയെ പറിച്ചു കൊടുക്കാൻ നോക്കുക. കാരണം നല്ല രസം കേട്ടോ. ടപ്പേന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. ഇതുപോലെ ഇതിനകത്ത് വിരിയാത്ത പൂവുണ്ട്. മുട്ട ഇങ്ങനെ നല്ല സൗണ്ടാട്ടോ. നിലത്ത് വീണ് കിടക്കുമ്പോഴും ഇങ്ങനെ സ്കൂളൊക്കെ വിട്ടിരുമ്പോൾ പിള്ളേരിങ്ങനെ പൊട്ടിക്കും കേട്ടോ. ചാക്കോച്ചിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. ചാക്കോച്ചി ഇതേ ഓടിക്കളിക്കും കേട്ടോ. കാരണം സാധാരണ ഞാൻ ഇങ്ങോട്ട് ഇറക്കുകയല്ല, എനിക്ക് പേടിയാണ്. വണ്ടി വരുവേ ഇതുവഴി എന്ന് പറഞ്ഞാൽ ബൈക്കൊക്കെ വരുള്ളൂ, വലിയ വണ്ടിയൊന്നും വരികയില്ല. എന്നാലും ഈ ഇറക്കമായതിന് വണ്ടി ന്യൂട്രൽ വരുമ്പോൾ അറിയുമല്ലോ, അതുകൊണ്ട് അവന്മാരെ ഇറക്കമൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ ഇറക്കിയിട്ടത് അവൻ പാറ വഴിയൊക്കെ കയറും കേട്ടോ. ചെറിയ പാറയാണ്, അവൻ അതുവഴിയൊക്കെ ഓടി കയറുവാണേ. ആ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേനും ഒന്നും കൂടി ആയി കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചക്കര പടക്കം പൊട്ടിക്കുവാണേ. ഇതുപോലെ സൗണ്ട് കേൾക്കുവേ. അവരവിടുന്ന് എണ്ണി അവനൊന്ന് പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ചാക്കോച്ചിക്കും വേണം. ചാക്കോച്ചിയും പിറക്കാൻ പോവാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ പൂത്ത് നിൽക്കും, നല്ല ഭംഗിയാട്ടോ. വീടിക്കകത്ത് എത്രമാത്രം ഇത് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ നല്ല ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ മഞ്ഞപ്പൂവ് നല്ല രീതി. ഇപ്പോൾ സന്ധ്യയൊക്കെ ആകാറായതുകൊണ്ട് ചെറിയ ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയേ. അപ്പോൾ ഒരു ഭംഗിലൊക്കെ ആയി കേട്ടോ. അതുകൊണ്ട് ഇനി അല്ലെങ്കിൽ പകലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. സന്ധ്യ ആയപ്പോഴാണ് കേട്ടോ. സന്ധ്യയിലെ വൈകുന്നേരമായി. അപ്പോൾ എന്നാലും കന്നിമാസമൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇരുട്ട് കയറുമല്ലോ. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് മേളിലോട്ടൊക്കെ എടുക്കുമ്പോഴത്തേന് ഭയങ്കര ഇരുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുതരാ, ഞാൻ ഇവിടെ നിന്ന് പൂ പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൂവൊക്കെ പെറുക്കി കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ നിറച്ചുണ്ട് കേട്ടോ. വഴിത്താരകൾ മൊത്തം പൂക്കളാണ്. പിള്ളേരങ്ങനെ കയറി കളിക്കുമായിരുന്നു. അവൻ്റെ തലയിൽ പൂവൊക്കെ ഇട്ട് തന്നു. പിന്നെ ഇപ്പോൾ അതുവഴി നടന്ന് കളിക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേ മലയിൽ ഇരുട്ടൊക്കെ ആയി കേട്ടോ. അപ്പോഴത്തേനും മതി വീട്ടിൽ കയറി പോയേക്കാന്ന് വെച്ചു. എൻ്റെ അങ്ങേ മല കണ്ടോ, നല്ല ചെറുതായിട്ട് ഇരുട്ട് വരാൻ തുടങ്ങി, സന്ധ്യ ആകാൻ തുടങ്ങി കേട്ടോ. പിന്നെ എന്തായാലും ഞങ്ങൾ കയറി പോയേക്കാന്ന് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അവിടെ നിന്നുകൊണ്ട് നേരത്തെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവന്മാർക്ക് പിന്നെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നുകൊണ്ട് കയറി വരാൻ ഭയങ്കര മടിയേ. ചാക്കോച്ചി ഉണ്ടോ, അതുവഴി എല്ലാം നടന്നു അതും ഇതൊക്കെ. ചാക്കോച്ചി പിന്നെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറുന്ന കാര്യത്തിൽ ഭയങ്കര വിഷമാട്ടോ. ഒന്നാമതിപ്പം നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞുകൊണ്ട് പിന്നെ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. അവനെ പുറകെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുറകെ ഓടി നമ്മൾ മടുക്കുന്നല്ലാതെ അവനെ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പോവുകയില്ല. അവന് കയറി വരട്ടെ എന്ന് ഓർത്ത് ഞാൻ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അവൻ പതിയെ മടുത്ത് കയറി വരുവേ. ഇതുണ്ട് അങ്ങേ മലയൊക്കെ കണ്ടോ, പതിയെ മഞ്ഞൊക്കെ നല്ല വേറെന്തോ ഒരു ഷേപ്പിലൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകം തോന്നിയാൽ വേഗം എടുത്തു കേട്ടോ. ഏതോ ഒരാൾ നിൽക്കുന്ന പോലൊക്കെ തോന്നുന്നില്ലേ വീഡിയോക്കകത്ത്. പിന്നെ എന്തായാലും നമുക്ക് പോയേക്കാന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് ഞാൻ ദൂരോട്ട് നിന്നപ്പോഴത്തേന് അത്യാവശ്യം കുറച്ച് രീതിയിൽ പൂക്കളിങ്ങനെ നിൽക്കുന്ന കണ്ടു കിട്ടുന്നുണ്ടായിരുന്നു വീഡിയോക്കകത്ത്. അപ്പോൾ പിന്നെ അത് എന്നാലും എടുത്തേക്കാന്ന് വെച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ.